ദീപ്തി, ഇപ്പോൾ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ വാങ്ങി എന്നുള്ളതാണ് CPM-ന്റെ വാദം. മാത്രമല്ല, ബഹുമാനമില്ലാതെ പ്രതികരിച്ചുകൊണ്ട് അതേ നാണയത്തിൽ മറുപടി പറയുന്നു. അത് ചുട്ട മറുപടിയായിട്ടാണ് CPM കാണുന്നത്. രേവന്ത് റെഡ്ഡി ചെയ്തതിനെ കോൺഗ്രസ് ന്യായീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് നേരെയുമുണ്ട്. രേവന്ത് റെഡ്ഡി ഒരുപക്ഷെ അവിടുത്തെ ഒരു ശൈലിയൊക്കെ ആയിരിക്കാം. നേരത്തെ ഇപ്പോൾ സ്റ്റാലിന്റെ മറ്റു പ്രസംഗത്തിന്റെ ഒരു ഭാഗം എടുത്തുകൊണ്ടൊക്കെ അതിന്റെ ചുവട് പിടിച്ച എന്ന രൂപത്തിലൊക്കെ പറയുന്നുണ്ട്. നീ എന്ന പ്രയോഗം മലയാളത്തിൽ നീ എന്ന് നമ്മൾ സമപ്രായക്കാരെ വിളിക്കുന്നതാണ്. പക്ഷേ എനിക്കറിയില്ല തെലുങ്കിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ടോ എന്ന്. അവിടെ ആ നീക്ക് ബഹുമാനമുണ്ടോ എന്നും എനിക്കറിയില്ല. ദീപ്തിക്ക് അറിയാമെങ്കിൽ അത് പറയാം. ഇത് ഇപ്പൊ ഇവിടെ രേവന്ത് റെഡ്ഡിയുടെ പരാമർശത്തെക്കുറിച്ച് അരുൺകുമാർ പറഞ്ഞത് ഞാനിങ്ങനെ വളരെ രസകരമായി കേൾക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മറുപടി. ഇത് ഈ ചുണ്ടങ്ങ കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ചുണ്ടങ്ങ കൊടുക്കാതെ തന്നെ വഴുതനങ്ങ കൊടുത്ത കുറെ ചരിത്രം ഉണ്ടല്ലോ കേരളത്തിൽ. വളരെ മര്യാദയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഏത് തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട നേതാക്കന്മാർ പരാമർശിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് എന്ന് കേരള ചരിത്രത്തിൽ അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്നല്ലോ G. സുധാകരൻ. അദ്ദേഹത്തിന് അവിടെ ഗത്യന്തരമില്ലാതെ ഇവരുടെ ഏകപക്ഷീയമായ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ സ്വേച്ഛാധിപത്യത്തിന് മുമ്പിൽ നിൽക്കക്കള്ളിയില്ലാതെ അദ്ദേഹം പുറത്തേക്ക് വന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന വേറെയും MLA മാരുണ്ടല്ലോ, മുൻ MLA മാരുണ്ടല്ലോ, കൊട്ടാരക്കര MLA ആയിരുന്ന ആയിഷ പോറ്റി ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത്? ചെറ്റത്തരം എന്നുള്ള വാക്ക്, ചെറ്റയാണ് എന്നുള്ള നിലയ്ക്കാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് അപ്പോ G. സുധാകരൻ എന്തെങ്കിലും ചുണ്ടങ്ങ കൊടുത്തിട്ടായിരുന്നോ വഴുതനങ്ങ വാങ്ങിയത്? മിണ്ടാതിരുന്ന ഒരാള്, പാർട്ടിയിൽ നിൽക്കക്കള്ളിയില്ല, അവിടെ ഒരു തരത്തിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചു. അതിന് ചെറ്റാന്ന് വിളിക്കണോ? ഇതിനു മുൻപ് ഇവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള MM മണി ഏതൊക്കെ പറയാനാണെങ്കിൽ നിരവധി എണ്ണി പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പ്രേമചന്ദ്രൻ എന്ത് ചുണ്ടങ്ങ കൊടുത്തിട്ടാണ് പരനാറി എന്ന് വിളിച്ചത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനായിരുന്നു അദ്ദേഹത്തെ പരനാറി എന്ന് വിളിച്ചത്? അതായത് പാർട്ടി വിട്ടുപോകുന്നവരെ തെറി വിളിക്കുക, പച്ച മലയാളത്തിൽ തെറി വിളിക്കാൻ ഒരു ഉളുപ്പും നാണവും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളത് അതിനിപ്പോ രേവന്ത് റെഡ്ഡിയോട് പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. രേവന്ത് റെഡ്ഡി അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം നമ്മൾ ഒരു പ്രസംഗത്തിന് കൂടെ ഒരു സർക്കാസം എന്നുള്ള നിലയ്ക്ക് ഇവിടെയുള്ള മലയാളത്തിലുള്ള ഒരു ഡയലോഗ്, ഒരു സിനിമ ഡയലോഗ്, ഒരു സർക്കാസ്റ്റിക് മൂഡിൽ അദ്ദേഹം പറഞ്ഞതാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രസംഗം പ്രചാരണത്തിൽ പ്രസംഗിക്കുന്നു എങ്കിൽ ആ നിലയ്ക്കത് എടുക്കാമെങ്കിൽ കൂടി പിന്നീട് ഔദ്യോഗിക ലെറ്ററിലും അതേ വാചകം വരികയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ നീ പോമന വിജയാന്ന് എങ്ങനെ എഴുതും? അതിലേക്കാണ് ഞാൻ വരുന്നത് സ്മൃതി. അപ്പോൾ ആദ്യം അദ്ദേഹം ആ ഒരു രീതിയിൽ അദ്ദേഹം പ്രസംഗം പറഞ്ഞത് നമുക്കറിയാം. ഒരു തെരഞ്ഞെടുപ്പ് യോഗം നടക്കുകയാണ്, ഒരു വലിയ മഹായോഗം നടക്കുന്ന സമയത്ത് ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവാണ് രേവന്ത് റെഡ്ഡി. അദ്ദേഹത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അണികൾക്ക് മുൻപിൽ അദ്ദേഹം ഒരു സിനിമ ഡയലോഗ് എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അല്ലാതെ അതിൻ്റെ അത് ചീത്തയായിട്ടുള്ള ഒന്ന് പേര് വിളിക്കുന്ന ചീത്തയല്ലല്ലോ, അദ്ദേഹത്തിന്റെ പേരല്ലേ വിളിച്ചുള്ളൂ, പരനാറി എന്ന് വിളിച്ചില്ല. അല്ലെങ്കിൽ മറ്റേ പണിക്ക് പോകുന്നു MM മണി പറയുന്ന പോലെ വേറൊന്നും പറഞ്ഞില്ല. ഇവരെ പറഞ്ഞ പോലെ ചെറ്റാന്ന് വിളിച്ചില്ല, അതൊന്നും ചെയ്തിട്ടില്ല. പേരാണ് വിളിച്ചത്. അതൊരു സിനിമ ഒരു എനിക്ക് മറ്റെന്തോ ശബ്ദം ഇതിലൂടെ വരുന്നുണ്ട്, ഒന്ന്. അപ്പോ ഞാൻ പറയുന്നത്, അപ്പോ അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു. വിജയ എന്ന് വിളിക്കുന്നത് ഒരു തെറിയാണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. അതൊരു സിനിമ ഡയലോഗിന്റെ കൂടെ വിളിച്ചു എന്നുള്ളതാണ്. ഞാൻ ഇനി വേറൊരു കാര്യം, താങ്കൾ ചോദിച്ച പോലെ ലെറ്റർ ഹെഡിൽ എഴുതിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. എന്താണ് അത് എഴുതാണ്ടായ സാഹചര്യം എന്നറിയുമോ? ഇവിടെ പച്ചക്കള്ളം വിളിച്ചു പറയുകയാണ്. 28 മാസം പ്രായമുള്ള തെലുങ്കാന മന്ത്രിസഭ 25 മാസത്തെ പെൻഷൻ മുടക്കിയെന്ന് കേരളത്തിലെ മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ സൈബർ ഇടങ്ങളിൽ മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയാണ് 25 മാസം പെൻഷൻ മുടക്കി. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം ഏത് രീതിയിലാണ് പെൻഷൻ മുടങ്ങാതെ ഈ നിമിഷം വരെ ഒരു മാസം പോലും പെൻഷൻ മുടങ്ങാതെ എങ്ങനെയാണ് കൊടുത്തത്, എങ്ങനെയാണ് സാമ്പത്തികമായി ഒരു സംസ്ഥാനത്തെ കൺട്രോൾ ചെയ്യേണ്ടത്? ഇവിടെ ഈ ക്ഷേമ പെൻഷനുകൾ ഈ CPM-ന്റെ ഗവൺമെന്റ് മുടക്കിയ പോലെ അവിടെ മുടങ്ങിയിട്ടില്ല. അവിടെ സൗജന്യമായി KSRTC-യിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം, ആ പ്രഖ്യാപനം അത് നടപ്പിലാക്കിയപ്പോൾ, പക്ഷെ അതിന്റെ പേരിൽ ക്ഷേമ പെൻഷൻ മുടക്കിയില്ല. ഇവിടെ പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയപ്പോൾ എന്താ പറഞ്ഞത്?
പെട്രോളിന് സെസ് ഏർപ്പെടുത്തിയപ്പോൾ അത് ക്ഷേമ പെൻഷൻ കൊടുക്കാനാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുത്തോ? ഇപ്പൊ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുൻപ് എത്ര മാസത്തെ 3-4-5 മാസത്തെ കുടിശ്ശികയിട്ടാണ് കൊടുത്തത്? തെരഞ്ഞെടുപ്പായപ്പോഴാണ് കൊടുത്തത്. ഇപ്പൊ അതാ കൊടുക്കുന്നു, ഇപ്പൊ പെൻഷൻ കൂട്ടുന്നു. ഇവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2000 രൂപ 3000 രൂപ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് പാലിക്കാൻ കഴിഞ്ഞോ? അത് പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പെൻഷൻ മുടക്കിയില്ല. എത്രയോ മാസങ്ങൾ പെൻഷൻ മുടക്കി. അപ്പോൾ അങ്ങനെ പെൻഷൻ മുടക്കുന്ന ഒരു സംസ്ഥാനത്ത് വന്ന് വളരെ വിജയകരമായി ഒരു സംസ്ഥാനത്ത് TRS സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക ക്രൈസിസിനെയും നേരിട്ട് അത് മുഴുവൻ അതിജീവിച്ച് ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള ഗ്യാരണ്ടികൾ നടപ്പിലാക്കുന്ന രേവന്ത് റെഡ്ഡി എന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയുക അവിടെ കള്ളത്തരം പറയുക, അവിടെ പെൻഷൻ മുടങ്ങി എന്ന് പറയുക. അദ്ദേഹം അതിന് മറുപടി കൊടുത്തു. അദ്ദേഹം അതിന് മാത്രമല്ല നിരവധി കാര്യങ്ങൾക്ക് ആ കത്തിൽ മറുപടി പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു പരസ്യമായ സംവാദത്തിന് വിളിച്ചിരിക്കുക. ഈ പരസ്യമായ സംവാദത്തിന് വിളിക്കുമ്പോൾ വാ ഫേസ്ബുക്കിലൂടെ സമ്മതിക്കാം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണല്ലോ ഇവിടെ ഉള്ളത്. അദ്ദേഹം പറഞ്ഞല്ലോ വരൂ നമുക്ക് സമ്മതിക്കാം, നമുക്ക് കാര്യങ്ങൾ പറയാം, അതിന് വേണമെങ്കിൽ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞല്ലോ. അവിടെ വരൂ നമുക്ക് സംസാരിക്കാം. അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് സാമ്പത്തികമായി ഈ സംസ്ഥാനത്തെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് കാണണമെങ്കിൽ തെലങ്കാനയിലേക്ക് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞപ്പോഴാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അത്തരത്തിലുള്ളൊരു കാര്യമെന്ന്. അതിൻ്റെ അകത്ത് ആ സെന്റൻസിൽ ഒരു സർക്കാസം എന്നതിനപ്പുറം ഒരു ചീത്ത വാക്കും അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ CPM-നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, ഇത്തരത്തിലുള്ള അവരെ എതിർക്കുന്നവരെ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ ഒക്കെ നേരിട്ടിരിക്കുന്നത് ഒന്നുകിൽ ഇതുപോലെ പച്ചത്തെറി വിളിച്ചിട്ടാണ്, അല്ലെങ്കിൽ വെട്ടിക്കൊന്നിട്ടാണ്. 51 വെട്ടും 41 വെട്ടും വെട്ടിയാണ് ഇവർ വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്കാരം കോൺഗ്രസിനില്ല. അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. ഞങ്ങൾ വളരെ ആരോഗ്യകരമായിട്ടാണ് പറഞ്ഞത്. ഒരു സംവാദത്തിന് വരൂ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് എന്താണ് തെറ്റുള്ളത്? Debate with Smriti Parithikar.